ഉദ്ധിതനായ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യർ, അവരോടൊപ്പം ചേരുന്ന യേശു, അതാണ് ഈ ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗം. ലൂക്ക മാത്രമാണ് ഈ സുവിശേഷം നമുക്ക് വിവരിച്ച് നൽകുന്നത്. ലൂക്കായുടെ എഴുത്തിൻ്റെ മികവുറ്റ ശൈലിയും പഴയ നിയമ രക്ഷാകര ചരിത്രത്തിൻ്റെ പുതിയ ആവിഷ്കാരവും നമുക്ക് ഈ പാഠഭാഗത്ത് കണ്ടെത്താനാവും. നമുക്ക് സുവിശേഷത്തിലേക്ക് കടക്കാം. ആ ദിവസം തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവവചന ഭാഗം ആരംഭിക്കുന്നത്. ആ ദിവസം തന്നെ എന്നതിൻ്റെ സൂചന ഉദ്ധാന ദിവസത്തിൻ്റെ സൂചനയാണ്. 2 ശിഷ്യന്മാരെ ലൂക്കാ സുവിശേഷകൻ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ 2 ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് ക്ലെയോപ്പാസിനാണ്. ക്ലെയോപത്രോസ് എന്ന ഗ്രീക്ക് മൂലത്തിൽ നിന്നാണ് ക്ലെയോപ്പാസ് എന്ന പേര് ഉത്ഭവിക്കുന്നത്. പിതാവിൻ്റെ മഹത്വം എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം മുറിക്കുന്നതിലൂടെയും വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിലൂടെയും ദൈവജനം പിതാവിൻ്റെ മഹത്വമായി മാറേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ സുവിശേഷകൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഒരു യാത്രയെക്കുറിച്ച് പറയുന്നത്, യാത്ര ആരംഭിക്കുന്നത് ജെറുസലേമിൽ നിന്ന് എമാവൂസിലേക്കാണ്. 60 സാദിയോൻ എന്ന സുവിശേഷകൻ എടുത്തു പറയുന്നുണ്ട്. ഏകദേശം 2 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയായിട്ടാണ് നമുക്കിത് കണക്കിലെടുക്കാം. ഈ യാത്രയ്ക്കിടയിലാണ് യേശു അപരിചിതനെ പോലെ അവരോടൊപ്പം യാത്ര ചെയ്യുന്നു. എന്താണ് എമ്മാവൂസ് എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത? യഹൂദരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ മതപരമായും രാഷ്ട്രപരമായും സാംസ്കാരികപരമായിട്ടും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ് എമ്മാവൂസ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്ത്, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത്, അദ്ദേഹം തന്നെ രാജ്യം വ്യാപിപ്പിക്കുവാനും വികസിപ്പിക്കുവാനായിട്ടും നന്നേ പരിശ്രമിച്ചിട്ടുണ്ട്. ശേഷം അദ്ദേഹത്തിൻ്റെ കാലശേഷം BC 323 സെല്യൂസിഡ് ചക്രവർത്തി ഭരണമേൽക്കുകയും എമ്മാവൂസിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന യഹൂദരെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മക്കബായരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. യൂദാസ് മക്കബിയൂസിന്റെ നേതൃത്വത്തിൽ യഹൂദർ ഗ്രീക്കുകാരെ തിരിച്ചാക്രമിക്കുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എമ്മാവൂസ് എന്ന സ്ഥലം മതപരമായും രാഷ്ട്രപരമായും സാംസ്കാരികപരമായിട്ടും ഒരു പുനഃസ്ഥാപനത്തിൻ്റെ പ്രതീകമായിട്ട് നിലകൊള്ളുന്നുണ്ട്. അവിടേക്കാണ് ശിഷ്യർ യാത്ര തിരിക്കുന്നത്. അങ്ങനെ വിജയവും മഹത്വവും അന്വേഷിച്ചാണ് ശിഷ്യരുടെ യാത്ര. യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ വ്യതിചലനമാണ് നമ്മളിവിടെ കാണുന്നത്. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ അവരുടെ പ്രതീക്ഷകളെല്ലാം തന്നെ കെട്ടുപോയി. അവർക്ക് ഉയർപ്പ് അനുഭവിക്കുവാനായിട്ട് സാധിക്കാതെ പോയി. അതിനാൽ കുരിശില്ലാത്ത മഹത്വത്തിലേക്കാണ്, രാഷ്ട്രീയമായതും വിജയത്തിൻ്റെ കുരിശില്ലാത്ത മഹത്വത്തിലേക്കും രാഷ്ട്രീയമായ വിജയത്തിൻ്റെ സ്വപ്നത്തിലേക്കുമാണ് അവരുടെ യാത്ര. ഇനി ഈ പാഠഭാഗത്തിലെ ഓരോ വ്യക്തികളെയും ഓരോ അവസരങ്ങളെയും നമുക്ക് വിശദീകരിക്കുവാനായിട്ട് ആരംഭിക്കാം. 2 ശിഷ്യന്മാരെ നമുക്ക് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. എന്തായിരുന്നു അവരുടെ മാനസികാവസ്ഥ? വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെയാണ് ലൂക്കാ സുവിശേഷകൻ അത് വിശദീകരിക്കുന്നത്. അവർ മ്ലാനവതരായിരുന്നു. അവർ തമ്മിൽ തർക്കിക്കുന്നുണ്ട്. അവർ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നുണ്ട്. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വിശകലനം ചെയ്യുമ്പോൾ തർക്കത്തിന്റെ മാനസികാവസ്ഥയും സംശയത്തിന്റെ മാനസികാവസ്ഥയും മനസ്സിലാകാതെ പോകുന്ന മാനസികാവസ്ഥയിൽ കണ്ണ് മൂടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് ക്രിസ്തു കടന്നു വരുന്നു. നമ്മുടെ എല്ലാം കുടുംബജീവിതത്തിലെ, നമ്മുടെ ബന്ധങ്ങളിലെ, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും സുഖകരമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ കണ്ണ് മൂടപ്പെട്ട് കാഴ്ച മങ്ങിയ അവസരങ്ങളിൽ നമ്മെ ആരാണ് ശരിയായ ദിക്കിലേക്ക് നയിക്കുവാൻ കെൽപ്പുള്ളത്? ഈ അവസരത്തിൽ യേശു കടന്നു വരുന്നു. ഇവിടെ യേശുവിൻ്റെ ചോദ്യം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. നിങ്ങൾ എന്തിനെ പറ്റിയാണ് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നതെന്ന്. യേശുവിന് അതിനെക്കുറിച്ച് അറിയാനിട്ടല്ല, നേരെ മറിച്ച് മനുഷ്യജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളും അവസ്ഥകളും ദൈവത്തോട് ഏറ്റുപറയേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് സുവിശേഷകൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ക്ലെയോപ്പാസ് യേശുവിനോട് ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്നതിനെ കുറിച്ചൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? വളരെ ആഴമേറിയതും അർത്ഥവത്തായതുമായ ഒരു ചോദ്യമാണിത്. ഇത് ഒരു ഐറണിയാണ്. യഥാർത്ഥത്തിൽ ഉദ്ധിതനായ ക്രിസ്തു ഈ ലോകത്തിന് അപരിചിതനാണ്. വീണ്ടും
യാത്ര തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിനെ പറ്റിയുള്ള 2 ശിഷ്യരുടെയും മുഴുവൻ ഇസ്രായേൽ ജനത്തിന്റെയും പ്രതീക്ഷയെക്കുറിച്ചുള്ള സംസാരം ഉടലെടുക്കുന്നു. അവർ പറയുന്നു, അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. എന്നാൽ സംഭവിച്ചതാകട്ടെ, പുരോഹിത പ്രമുഖന്മാരും ഫരിസേയ പ്രമാണികളും അവനെ ക്രൂശിക്കുകയുണ്ടായി. അടുത്ത വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേലിനെ വിമോചിപ്പിക്കുവാൻ വരേണ്ടിയിരിക്കുന്നവൻ അവനായിരുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ശിഷ്യരുടെ പ്രതീക്ഷ തകർന്നതിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. പ്രതീക്ഷയെക്കുറിച്ചുള്ള ഒരാശയം നമുക്കിവിടെ വായിച്ചെടുക്കാൻ കഴിയും. അവർ പ്രതീക്ഷിച്ചിരുന്ന മെസ്സിയ തികച്ചും രാഷ്ട്രീയപരമായി എല്ലാം പുനഃസ്ഥാപിക്കുന്ന, രാജ്യം പടവെട്ടി പിടിക്കുന്ന, തങ്ങളെ വിദേശ ആധിപത്യത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു മെസ്സിഹയാണ്. അതുമാത്രമല്ല, ദാവീദിന്റെ രാജകീയ പരമ്പരയിൽപ്പെട്ട ഒരു മെസ്സിഹയായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം പ്രവചനങ്ങൾ വഴി മെസ്സിഹ ദാവീദ് വംശജനായിരിക്കുമെന്ന്, അവനിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട രാജ്യങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്നും അവർ വിശ്വസിച്ചു പോന്നിരുന്നു. ശിഷ്യന്മാരുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും എല്ലാം മനസ്സിലാക്കിയതിനും കേട്ടതിനു ശേഷം യേശു ഇവിടെ വാചാലനാവുകയാണ്. ആശ്വാസവചനങ്ങൾ കൊണ്ടല്ല യേശു ആരംഭിക്കുക, നേരെ മറിച്ച് ശക്തമായ ശകാരത്തിന്റെ ഭാഷയാണ് യേശു ഇവിടെ ഉപയോഗിക്കുന്നത്. ഭോഷന്മാരെ, ഹൃദയം മന്ദീഭവിച്ചവരെ എന്നൊക്കെ. എന്നിട്ട് തന്നെ അവിശ്വസിച്ച തൻ്റെ ശിഷ്യർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുവാനായിട്ട് ആരംഭിക്കുന്നു. യേശുവിൻ്റെ പ്രവർത്തനം വളരെ വ്യത്യസ്തമാണ്. അവർക്കായിട്ട് യേശു വഴിയരികിൽ കാത്തു നിൽക്കുന്നു. മ്ലാനവദനരായ അവരോടൊപ്പം യേശു യാത്ര ആരംഭിക്കുന്നു. തർക്കിക്കുന്നവരോടൊപ്പം അവിടുന്ന് യാത്ര ചെയ്യുന്നു. കണ്ണുമൂടപ്പെട്ടവരോടൊപ്പം അവിടുന്ന് കൂടെ നടക്കുന്നു. അവരുടെ മാനസികാവസ്ഥ യേശു മനസ്സിലാക്കുന്നു. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ യേശു ആശ്വാസവചനങ്ങൾ കൊണ്ടല്ല അവരെ തിരിച്ചെടുക്കുക, നേരെ മറിച്ച് ശകാരത്തിന്റെ ഭാഷയിലാണ്. എന്തുകൊണ്ടാണ്? ക്രിസ്തു ആരെന്ന് അവർ മനസ്സിലാക്കുവാനായിട്ട് പരാജയപ്പെട്ടു പോവുകയാണ്. കാരണം ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കേണ്ട അവരുടെ ജീവിതത്തിന്റെ തലങ്ങൾക്ക് അർത്ഥമില്ലാതെ ആയിപ്പോയി എന്നതാണ് ക്രിസ്തുവിനെ മറന്നു എന്നതിനെ കുറിച്ച് നാം വായിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആകട്ടെ, യേശു തൻ്റെ ജീവിതം പഴയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ആദ്യം മുതൽ തന്നെ അവർക്ക് മുന്നിൽ ചുരുളഴിക്കുന്ന രംഗം സുവിശേഷകൻ പുരോഗമിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു തൻ്റെ പെസഹ രഹസ്യത്തെക്കുറിച്ച് പഴയ നിയമത്തിന്റെ വെളിച്ചത്തിൽ അവർക്ക് വിവരിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് സുവിശേഷത്തിലൂടെ നാം വീണ്ടും കാണുന്നത്. ഡെവലപ്മെന്റ് ഓഫ് കെരിഗ്മ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രിസ്തു പീഡകൾ സഹിച്ച് മരിക്കേണ്ടത് പ്രവചനങ്ങളിലൂടെ നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്ന് ക്രിസ്തുനാഥൻ അവരോട് ചോദിക്കുന്നുണ്ട്. മഹത്വീകരണത്തിന് സഹനത്തിനുള്ള പ്രാധാന്യം എത്രമാത്രമാണ് എന്നാണ് യേശു തൻ്റെ ഈ വാക്കുകളിലൂടെ ഇവിടെ വ്യക്തമാക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതം വിശകലനം ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ ഈ വാചകം നമ്മുടെ ചിന്തകളെ ഭരിക്കേണ്ടതല്ലേ? ക്രിസ്തു പറഞ്ഞു വെക്കുന്നു, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടേണ്ടി ഇരിക്കുന്നില്ലേ എന്ന്. യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളും വിസ്മരിക്കപ്പെട്ടുപോയ നിമിഷങ്ങളും മാറ്റി നിർത്തപ്പെട്ട അവസരങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും സഹിക്കേണ്ടത് തന്നെയായിരുന്നില്ലേ? ഏറ്റെടുക്കേണ്ടതല്ലേ? ഇനി പകലിൻ്റെ ചൂടും അധ്വാനവും എല്ലാം സഹിച്ച് മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് നല്ല നിലയിലെത്തിച്ചു. ഈ താപവും അധ്വാനവുമെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും സഹിക്കേണ്ടത് തന്നെയായിരുന്നില്ലേ? അതിൻ്റെ ഫലമല്ലേ ഈ മഹത്വീകരണം, ഈ വിജയം, ഈ ആത്മസംതൃപ്തി? അപ്പോൾ സഹനത്തെ ഒരിക്കലും വില കുറച്ച് കാണേണ്ടതില്ല. സഹനത്തിന്റെ ഔന്നത്യവും മഹത്വവുമാണ് ക്രിസ്തുനാഥൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം മഹത്വം കൈവരിക്കുവാൻ സഹനവും പീഡകളും വേദനയും ദുഃഖങ്ങളും അത്യാവശ്യമാണ്. അവർക്ക് എത്തേണ്ടിയിരുന്ന ഗ്രാമം അടുത്തപ്പോൾ യേശു യാത്ര തുടരുകയാണെന്ന ഭാവേന മുന്നോട്ട് നടന്നു പോകുന്നതായി വചനം പറയുന്നു. ഇവിടെ ഗോഡ് ഈസ് എ ജെന്റിൽമാൻ എന്ന ആശയം ഉടലെടുക്കുന്നുണ്ട്. കാരണം ദൈവം ഒരിക്കലും നിർബന്ധപൂർവം ആരെയും പിന്തുടരുവാനായി പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ ശിഷ്യരാകട്ടെ യാത്ര തുടരാൻ ഭാവിച്ച യേശുവിനോട് പറയുന്നത് ഇപ്രകാരമാണ്: നാഥ, ഇതാ പകൽ അസ്തമിക്കാറായി, ഞങ്ങളോടുകൂടെ വസിച്ചാലും. സുവിശേഷത്തിൽ നിന്ന് ഉടലെടുക്കുന്ന വളരെ സുന്ദരവും ആഴമേറിയതും ദീപ്തിപൂരിതവുമായ ഒരു പ്രാർത്ഥനയായി നമുക്കിതിനെ വായിച്ചെടുക്കാം.
കാരണം പകലസ്തമിക്കാറായി, ഞങ്ങളുടെ കണ്ണുകൾ അന്ധകാരത്താൽ മൂടപ്പെട്ടിരിക്കുകയാണ്. നീയാകുന്ന നിത്യപ്രകാശം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ ചിലവഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇരുട്ടിൽ ഞങ്ങളെ പ്രഭാപൂർണനാക്കേണ്ടത് നിന്റെ വചസ്സുകളാണ്. നിന്നോടുള്ള ഐക്യമാണ്, നിന്നോടുള്ള ബന്ധമാണ്. ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത സുന്ദരമായ ഒരു പ്രാർത്ഥന ദൈവജനത്തിന് നൽകപ്പെടുന്ന ഒരു ഭാഗമാണിത്. അടുത്തത് ശിഷ്യരുടെ അഭ്യർത്ഥന അവിടുന്ന് സ്വീകരിക്കുകയാണ്. അവരുടെ ക്ഷണം സ്വീകരിക്കുകയും അവരോടൊപ്പം ഭക്ഷിക്കുവാൻ അവിടുന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ മേശയ്ക്ക് ചുറ്റുമിരുന്നു. അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിയപ്പോൾ അവരുടെ അന്ധകാരപൂർണമായ നയനങ്ങൾ തുറക്കുകയുണ്ടായി. അങ്ങനെ വചനം മുറിക്കുകയും അപ്പം മുറിച്ച് നൽകുകയും വഴി ശിഷ്യരുടെ കണ്ണുകൾ യേശു തുറക്കുന്നു. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അവിഭാജ്യമായ 2 ഘടകങ്ങളാണ് ദൈവവചനവും പരിശുദ്ധ കുർബാനയും അഥവാ അപ്പം മുറിക്കലും. ക്രിസ്ത്യാനിയുടെ ജീവിതം എപ്പോഴും ദീപ്തപൂരിതമാകുന്നത് ദൈവവചനത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയുമാണ്. അതുകൊണ്ടാണല്ലോ 2ാം വത്തിക്കാൻ കൗൺസിൽ പരിശുദ്ധ കുർബാനയെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി പറയുന്നത്. ശിഷ്യന്മാർ പരസ്പരം പറയുന്ന ഒരു വാചകം വളരെ അർത്ഥവത്താണ്, നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ ആകർഷിക്കേണ്ടതുമാണ്. അവൻ ഇതെല്ലാം പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? തുടക്കത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി, അവർ മ്ലാനവതരായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവവചനവും പരിശുദ്ധ കുർബാനയും വഴി അവർ പരിപോഷിക്കപ്പെട്ടപ്പോൾ അവരുടെ ഹൃദയം ദീപ്തമാവുകയും ജ്വലിക്കുകയും ചെയ്യുന്നു. അത് മാത്രമല്ല, അവർ യേശുവിനോട് പറഞ്ഞ വാചകം ഇപ്രകാരമാണ്: ഞങ്ങൾക്കിനി മുന്നോട്ട് സഞ്ചരിക്കുവാൻ സാധ്യമല്ല, പകൽ അസ്തമിക്കാറായി. എന്നാൽ വചനം മുറിക്കലിലൂടെയും അപ്പം മുറിക്കലിലൂടെയും അവർ ശക്തി സംഭരിച്ച അതേ മണിക്കൂറിൽ തന്നെ അവർ ജെറുസലേമിലേക്ക് പുറപ്പെട്ടു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ ഇരുളടഞ്ഞു പോയ നിമിഷങ്ങളിൽ വചനവും കുർബാനയും നമ്മെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുവാൻ കെൽപ്പുള്ള മഹത്തരമായ 2 ഘടകങ്ങളാണെന്ന് ഉള്ള വിശ്വാസം നാം ഓരോരുത്തരും ഊട്ടിയുറപ്പിക്കേണ്ടതാണ്. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഇനി പുറമേയുള്ള ഇരുട്ട് അവർക്ക് ഇനിമേൽ ഇരുട്ടല്ല. കാരണം നിത്യപ്രകാശമായ ക്രിസ്തു ആ നിമിഷം മുതൽ അവർക്ക് മാർഗദർശിയായി, വഴികാട്ടിയായി, പ്രകാശമായി അവർക്ക് മുന്നിലുണ്ട്. പ്രിയമുള്ളവരെ, മറ്റു ശിഷ്യരിൽ നിന്ന് വേർപിരിഞ്ഞാണ് എമൗസിലേക്ക് ഈ 2 പേരും നീങ്ങുന്നത്. അവർ വിജയം ലക്ഷ്യം വെക്കുന്നു. എന്നാൽ ക്രിസ്താനുഭവത്തിന് ശേഷം അവർ ശിഷ്യരുടെ അതേ സമൂഹത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. എവിടെ നിന്നാണോ ജീവിതത്തിലെ സ്വപ്നങ്ങൾ മൂലം, ശരിയല്ലാത്ത ദിശാബോധം മൂലം അവർ നീങ്ങിയത്, ആ സമൂഹത്തിലേക്ക് തന്നെ അവർ വീണ്ടും തിരിച്ചു വരുന്നു. യേശു തൻ്റെ വചനം കൊണ്ട് ഹൃദയത്തെ ഉജ്ജ്വലിപ്പിച്ച് തന്നെ പരിശുദ്ധ കുർബാനയിലൂടെ പകർന്നു കൊടുത്ത് സഹനത്തിൻ്റെ അർത്ഥം വ്യക്തമാക്കി കൊടുത്ത് അവരെ നയിച്ചു. അപ്പം മുറിക്കൽ ശുശ്രൂഷ എപ്പോഴും നടക്കുന്നത് സമൂഹത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരുമയുടെ അടയാളമാണ് പരിശുദ്ധ കുർബാന. പ്രിയമുള്ളവരെ, യേശു നമ്മുടെ തെറ്റായ വഴിയിൽ പോലും ആരെയും ഉപേക്ഷിക്കുന്നില്ല.